ജോലിക്കിടയിൽ അച്ചടക്ക ലംഘനം നടത്തിയതിന് ചൈനയിലെ പോലീസ് നായയ്ക്ക് വർഷാവസാന ബോണസ് നഷ്ടമായി. രാജ്യത്തെ ആദ്യ കോർഗി ഇനത്തിൽപ്പെട്ട പോലീസ് നായയായ ഫുഫാസയ്ക്കാണ് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നത്. ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങി, ഭക്ഷണം നൽകിയ പാത്രത്തിൽ മൂത്രമൊഴിച്ചു തുടങ്ങിയ അസാധാരണ പെരുമാറ്റം കണക്കിലെടുത്താണ് നടപടി. 1.5 വയസ്സുകാരനായ ഫുസായ് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പോലീസ് ട്രെയിനിങ്ങിന് ചേർന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധനായ ഫുസായ്ക്ക് ഇന്റർനെറ്റിൽ ആരാധകരും ഏറെയാണ്. വെറും 2 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഉടമയ്ക്കൊപ്പം പാർക്കിലെത്തിയ ഫുസായിയുടെ കഴിവ് തിരിച്ചറിയുന്നത് പോലീസ് ട്രെയിനറായ ഷാവേ ക്യുൻഷുവായിയായിരുന്നു. കഴിവ് മനസ്സിലാക്കി പിന്നീട് ഉടമ തന്നെയാണ് ഫുസായിയെ പോലീസിൽ ഏൽപ്പിച്ചത്. 2024 ഫുസായ് റിസർവ് പദവിയിൽ നിന്ന് ബിരുദം നേടിയാണ് പോലീസിൽ ചേരുന്നത്. ഫുസായിയുടെ 3 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് ഇപ്പോൾ ബോണസ് നഷ്ടമായ വാർത്തയും പുറംലോകം അറിഞ്ഞത്. അച്ചടക്ക ലംഘനം നടത്തിയതിനാൽ ഫുസായിക്ക് നൽകേണ്ട ചില ഭക്ഷണ സാധനങ്ങൾ തിരിച്ചെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി ഫുസായിയുടെ ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഫുസായിയുടെ ബോണസ് തിരികെ നൽകണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.